ബ്രൂസ് ലീയുടെ മരണം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. വെറും 32-ാം വയസ്സിലാണ് ലെജൻഡറി മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ബ്രൂസ് ലീ മരിക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ മെഡിക്കൽ സ്റ്റോറി ഇങ്ങനെയാണ്. തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള തിങ് പെയുടെ വീട്ടിലേക്ക് ബ്രൂസ് ലീ പോകുന്നു. അവിടെ വെച്ച് ബ്രൂസ് ലീക്ക് അതികഠിനമായ തലവേദന എടുക്കുകയാണ്. അപ്പോൾ ഈ തലവേദന മാറ്റാൻ വേണ്ടി ഒരു പെയിൻ കില്ലർ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ബ്രൂസ് ലീ പിന്നീട് ഒരിക്കലും എണ്ണീറ്റിട്ടില്ല. ബ്രെയിൻ സ്വെല്ലിംഗ് ആണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം ബ്രൂസ് ലീയുടെ മരണത്തിന് കാരണം. എന്നാൽ ഇതല്ല, മറ്റ് പല കാരണങ്ങൾ കാരണമാണ് ബ്രൂസ് ലീ മരിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. മരിച്ച ബ്രൂസ് ലീയുടെ വയറ്റിൽ നിന്നും ഹാഷിഷിന്റെ ട്രേസസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഹാഷിഷ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായ ഒരു അലർജി കാരണമാണ് ബ്രൂസ് ലീ മരിച്ചതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ട്രയാഡിന്റെ ഇടപെടലാണ് ബ്രൂസ് ലീയുടെ മരണത്തിന് കാരണമെന്നാണ്. അതായത് ട്രയാഡിന്റെ പ്രൊട്ടക്ഷൻ മണി കൊടുക്കാൻ ബ്രൂസ് ലീ റെഡി ആയിരുന്നില്ല. അപ്പൊ ആ കാരണം കൊണ്ട് ട്രയാഡ് ബ്രൂസ് ലീയെ കൊല്ലുകയും പിന്നീട് ഈ കൊലപാതകം വെറും നാച്ചുറൽ ആണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഇതൊന്നുമല്ലാത്ത മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിയറി ഉണ്ട്. ബ്രൂസ് ലീ കുടുംബത്തിന് മുകളിൽ വന്ന ശാപം. അതായത് കുങ്ഫു എന്ന മാർഷൽ ആർട്ട് അത് ചൈനക്കാർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അതിന്റെ രഹസ്യങ്ങൾ ചൈനയ്ക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന് ബ്രൂസ് ലീയോട് ഒരുപാട് തവണ പല മാസ്റ്റർമാരും ഉപദേശിച്ചിട്ടും ബ്രൂസ് ലീ ചൈനക്കാരല്ലാത്തവർക്ക് കുങ്ഫു പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ശാപം ബ്രൂസ് ലീക്കും ബ്രൂസ് ലീയുടെ ഫാമിലിക്കും മുകളിലുമുണ്ട്. അതായിരുന്നു ബ്രൂസ് ലീയുടെ മരണകാരണമെന്നാണ് ആളുകൾ പറഞ്ഞത്. എന്നാൽ ഈ ശാപം ബ്രൂസ് ലീയുടെ മരണം കൊണ്ട് മാത്രം നിന്നില്ല. ബ്രൂസ് ലീയുടെ മകനായ ബ്രാൻഡൻ ലീയും വെറും 28-ാം വയസ്സിലാണ് മരിക്കുന്നത്. അതും ദ ക്രോ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വെടികൊണ്ടാണ് മരിക്കുന്നത്. അച്ഛനെ പോലെ തന്നെ മകനും വെറും ചെറുപ്രായത്തിൽ മരിച്ചപ്പോൾ ആളുകൾ ഉറപ്പിച്ചു പറഞ്ഞു ഇത് ശാപത്തിന്റെ കളി തന്നെയാണ് എന്നുള്ളത്.